ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചാളമീൻ കറിയാണ്. നമുക്ക് ആദ്യം മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെച്ചേക്കാം. അരപ്പിനായിട്ട് അരമുറി തേങ്ങ, ഒരു ഉരുള പുളി, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇവ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ചട്ടി ചൂടാവാൻ വെക്കാം. ചട്ടി ചൂടായാലുടൻ തന്നെ നമുക്ക് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം കടുകും ഉലുവയും ഇട്ട് കഴിഞ്ഞു, രണ്ടും പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കണക്കാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവയൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 പിടി ചുവന്നുള്ളി അരിഞ്ഞതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ച് ചേർക്കുകയോ ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു തനി നാടൻ രീതിയിൽ ചെയ്തെടുക്കുന്ന ചാളമീൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. നമുക്കിത് ചോറിനും ദോശയും കപ്പയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. ഉള്ളിയുടെ നിറമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ഏകദേശം ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള കറികൾക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നന്നായിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഫിഷ് മസാല കറിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ കണക്കാക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൊടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പൊടിയെല്ലാം മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്കറിയാം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോഴേക്കാണ് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങയും പുളിയും കറിവേപ്പിലയും അരച്ച അരപ്പാണിത്. കൂടെ അരപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറി നമ്മൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു ചാറ് കറിയായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം കൂടുതലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എരിവ് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഫിഷ് മസാല പൗഡറിൻ്റെ എരിവ് മാത്രമാണ് ഇതിലിപ്പോൾ ഉള്ളത്. 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. എരിവ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം 1 സ്പൂൺ സാദാ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും 2 പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിവയൊന്ന് തിളപ്പിച്ചെടുക്കണം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. നമുക്ക് ഇവ തിളപ്പിച്ചാണ് എടുക്കേണ്ടത്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവും ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നമുക്കിപ്പോൾ നോക്കാവുന്നതാണ്. കറിയൊക്കെ നല്ല തിളച്ച് തക്കാളിയൊക്കെ നല്ല വെന്ത് വരുന്ന സമയത്താണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മീനാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചാളമീൻ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.